വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് പ്രൈസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹീന്ദ്രയുടെ വാഹനം തന്നെയാണ്. അതായത് മഹീന്ദ്ര XUV300 എന്ന് പറയുന്നൊരു വാഹനം മാർക്കറ്റിൽ വലിയ വിജയമൊന്നും നേടാൻ സാധിക്കാത്തൊരു വാഹനമായിരുന്നു. എന്നാൽ മഹീന്ദ്ര ഈ ഒരു വാഹനത്തിൻ്റെ കുറവുകളെല്ലാം മാറ്റി അതിന് കുറേ കൂടെ ഫീച്ചേഴ്സും അതിൻ്റെ ഡിസൈനെല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും പുതുപുത്തൻ XUV3X രൂപം നൽകിയിരിക്കുകയാണ്. ഈ ഒരു വാഹനമാണത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മുന്നിലെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും ഈ ഒരു വാഹനം ഇലക്ട്രിക് കാറാണെന്നേ തോന്നത്തുള്ളൂ. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനാണ്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഗ്രിൽ ഡിസൈനാണ് വരുന്നത്. മാത്രമല്ല ഈ ഗ്രില്ലിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഡയമണ്ട് കട്ട് പാറ്റേൺ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ക്രോം എലമെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബാഡ്ജിങ് ആയ ട്വിൻ പീക്കിൻ്റെ ലോഗോയും ഇവിടെ കാണാം. വലിയൊരു എയർ ഡാം യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. എൻജിൻ സൈഡിലേക്ക് മികച്ചൊരു വെന്റിലേഷൻ നൽകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. മനോഹരമായ LED ഹെഡ് ലാമ്പും സി ഷേപ്പ് ഡേ ടൈം റണ്ണിംഗ് ലാമ്പും നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നില്ല. അത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പോൾ മിഡ് വേരിയൻ്റ് ആണ്. അത് ഫോഗ് ലാമ്പ് യൂണിറ്റിനുള്ള ഏരിയ നൽകിയിട്ടുണ്ട്. ബോണറ്റിലായി ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിന് കുറച്ചുകൂടെ സ്പോർട്ടി ലുക്കും നൽകുന്നുണ്ട്. മൊത്തത്തിൽ മുൻഭാഗം ബോൾഡായിട്ടുള്ള കുഞ്ഞൻ SUV ലുക്കും നൽകുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 17 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീലാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ മഹീന്ദ്രയുടെ ട്വിൻ പീക്കിൻ്റെ ലോഗോയും കാണാം. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. മാത്രമല്ല നമുക്ക് വലിയൊരു വീലാർച്ചും വരുന്നുണ്ട്. ഫെൻഡറിലായി ഓട്ടോമാറ്റിക്കിൻ്റെ ബാഡ്ജിങ് വരുന്നു. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് മിറർ യൂണിറ്റ് വരുന്നത്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റും കാണാം. പിന്നെ ക്ലാഡിങ്ങുകളെല്ലാം നമുക്ക് സൈഡിലൂടെ വരുന്നുണ്ട്. ബോഡി കളറുടെ ഹാൻഡിൽസ് ആണ് വരുന്നത്. ബ്ലാക്ക് കളറിലാണ് റൂഫ് റെയിൽ വരുന്നത്. അത്യാവശ്യം സ്റ്റിഫാണ്. പുറകിലേക്ക് വരുമ്പോൾ ചെറിയ ഡയമണ്ട് കട്ടെല്ലാം പാറ്റേൺസ് എല്ലാം നൽകിയിട്ടുണ്ട്. അത് മനോഹരമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം മസ്കുലർ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ചെറിയൊരു കട്ടിങ്ങുകളൊക്കെ ഈ ഒരു ഭാഗത്തൂടെ നൽകുന്നുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് യൂണിറ്റ് വരുന്നില്ല. പകരം ഈ ഒരു ഭാഗം ബ്ലാക്ക് ആൻഡ് ചെയ്ത രീതിയിലാണ് മഹീന്ദ്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന XUV300 സെയിം ഡിസൈൻ പാറ്റേൺ ഒക്കെ തന്നെയാണ് സൈഡ് വശങ്ങളിൽ ഇതിലും ഉള്ളത്. ബാക്ക് പ്രൊഫൈൽ ഡിസൈനിലേക്ക് പോകുമ്പോൾ നീളത്തിലുള്ള ഒരു LED സ്ട്രിപ്പ് വരുന്നുണ്ട്. ഇത് രണ്ടും ടെയിൽ ലാമ്പ് യൂണിറ്റിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രലായി മഹീന്ദ്രയുടെ ട്വിൻ പീക്കിന്റെ ലോഗോ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ XUV3X എന്ന ബാഡ്ജിങ് കാണാം. മുകളിലായിട്ട് ഡിഫോഗറും വൈപ്പർ യൂണിറ്റും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആന്റിന അല്ല നോർമൽ ആന്റിന വരുന്നുണ്ട്. ബമ്പറിലേക്ക് വരുമ്പോൾ 2 റിഫ്ലക്റ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ചെറിയ ഡയമണ്ട് കട്ടിന്റെ പാറ്റേൺ നൽകിയിട്ടുണ്ട്. മാത്രമല്ല റിയർ പാർക്കിംഗ് സെൻസറുകളും നൽകിയിട്ടുണ്ട്. 365 ലിറ്ററിന്റെ വലിയൊരു ബൂട്ടാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ തൂക്കാൻ വേണ്ടി ചെറിയൊരു ഹുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല സ്പെയർ വീല് ഈ ഒരു ഭാഗത്തായിട്ടാണ് അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഡോറിന്റെ ഡിസൈനിലേക്ക് നോക്കിയാൽ അത്യാവശ്യം വലിയൊരു ഡോറാണ് വരുന്നത്. ഇതിനകത്ത് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് പാറ്റേൺ വരുന്നത്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും. പിന്നെ ഒരു ഹർമഗാന്റെ മികച്ചൊരു മ്യൂസിക് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ചെറിയൊരു പാറ്റേൺ ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു മ്യൂസിക് സിസ്റ്റം ശരിക്കും താഴെയാണ് വരുന്നത്. ആ ഒരു മാറ്റി ഇപ്പോൾ മുകളിലോട്ടാക്കി. ആ ഒരു ഭാഗത്തായിട്ട് 2 ബോട്ടിലുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു മാഗസിൻ പോക്കറ്റ് വരുന്നുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾസ്, ORVM കൺട്രോൾസ്. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വശത്തായിട്ട് നമുക്ക് ലെതർ മെറ്റീരിയൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം വാഹനത്തിനുള്ളിലാണ് ഇരിക്കുന്നതെന്നുള്ള ഫീലിംഗ് വരും. മാത്രമല്ല ഇതിനകത്ത് കയറുമ്പോൾ നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നത് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. തൊട്ട് താഴെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഭാഗവും ചെറിയൊരു ഡയമണ്ട് കട്ടിങ്ങും പാറ്റേൺ നൽകിയിട്ടുണ്ട്. കൊള്ളാം, അത് മനോഹരം. താഴെയായിട്ട് നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗ്ലോ ബോക്സും നൽകിയിട്ടുണ്ട്. 10.25 ഇഞ്ചിൻ്റെ മികച്ചൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിൽ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, പിന്നെ മഹീന്ദ്രയുടെ അഡ്നോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. മാത്രമല്ല ജിയോ ഫെൻസിങ് വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് കാർ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് AC ഓൺ ചെയ്യാം. ഇത്തരം ഫങ്ഷൻസ് എല്ലാം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ ടച്ചൊക്കെ എന്ന് പറയുന്നത് വളരെ റെസ്പോൺസീവാണ്. കണ്ടില്ലേ, വളരെ മികച്ചൊരു ടച്ച് റെസ്പോൺസീവാണ്. പിന്നെ ഫിസിക്കൽ ബട്ടൺസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഓൺ ടച്ചിലൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. തൊട്ട് താഴെയായിട്ട് നമുക്ക് AC-യുടെ വെന്റ് വരുന്നുണ്ട്. അതിനും താഴെയായിട്ട് ഹസാർഡ് ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് വയർലെസ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബ് കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. മഹീന്ദ്രയുടെ തനത് കീ തന്നെയാണ്. ഇതിനകത്ത് ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഓപ്പണിങ് ഇത്തരം ബട്ടണുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയൊരു
ആംബ്രസ്റ്റ് നൽകിയിട്ടുണ്ട്. ചെറിയ ലെതർ മെറ്റീരിയലും സ്റ്റിച്ചിങ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇതിനുള്ളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. മാത്രമല്ല ലെഫ്റ്റ് സൈഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ്, റൈറ്റ് സൈഡ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. സെൻട്രലായിട്ട് മഹീന്ദ്രയുടെ ട്വിൻ പീക്കിൻ്റെ ലോഗോ കാണാം. മാത്രമല്ല ഈ ഒരു ഭാഗമെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 10.25 ഇഞ്ചിൻ്റെ വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കൺസോൾ തന്നെ ഒരുപാട് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു പ്രീമിയം വാഹനത്തിൻ്റെ ഒരു കൺസോൾ ആണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്കും മനോഹരമാണ് ഈ ഒരു കൺസോളിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് AC വെന്റിൻ്റെ ഡിസൈൻ വരുന്നത്. ഓട്ടോ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടൺസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താഴെയായിട്ടൊരു ഹുഡ് ഓപ്പണിങ്ങിൻ്റെ ലിവറും നൽകിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും 2 സൺബ്ലൈൻഡ് വരുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡ് വാനിറ്റി മിററും ലാമ്പും വരുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് നോക്കിയാൽ വാനിറ്റി മിററോ ലാമ്പോ വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ സെൻട്രലായിട്ട് 2 ഹാലജൻ ലാമ്പുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ സൺഗ്ലാസ് ഹോൾഡറും ഈ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സൺറൂഫ് തന്നെയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സൺറൂഫ് ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട്. പിൻസീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു കുഷനിങ് ഉള്ള സീറ്റ് തന്നെയാണ് പിൻവശത്ത് വന്നിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടും ഷോൾഡർ സപ്പോർട്ടും നൽകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്രാബ് ലോഡിംഗ് ഹാൻഡിൽസ് വരുന്നുണ്ട്. പിന്നെ ക്രോം ഹാൻഡിൽസ് ആണ്. ചെറിയൊരു ഡാർക്ക് കളർ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൈയൊക്കെ വച്ചിരിക്കാൻ പാകത്തിനാണ് ഇവിടുത്തെ ആ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഹർമൻഗാർഡിന്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. മാഗസിൻ പോക്കറ്റ് വരുന്നുണ്ട്. AC വെന്റുകളൊക്കെ കാണാം. പിന്നെ ഒരു USB Type C ചാർജിങ് പോർട്ട്, മൊബൈൽ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. 12 വോൾട്ടിന്റെ ചാർജിങ് യൂണിറ്റ് തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ചെറിയൊരു സെൻട്രൽ ടണൽ നൽകുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയൊരു ആം റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. കവർ ഇട്ടിരിക്കുന്നുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. റേറ്റിംഗോട് കൂടി പുറത്തിറങ്ങുന്ന ഈ വാഹനത്തിന്റെ റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അസാധ്യമാണ്. മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആകട്ടെ 201 മില്ലിമീറ്ററും. ഐസിൻ ഗിയർ ബോക്സ് ആണ് വരുന്നത്. 3 എഞ്ചിൻ ഓപ്ഷനാണ് മഹീന്ദ്ര 3XOയ്ക്കുള്ളത്. 1197 cc പെട്രോൾ EC MPF എഞ്ചിൻ, 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ. ഇതിൽ നമുക്ക് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ 110 bhp അറ്റ് 5000 RPM മാക്സിമം പവർ നൽകുന്നു. പിന്നെ ഇതിന്റെ തന്നെ ഒരു TGDI ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് 129 bhp അറ്റ് 5000 RPM മാക്സിമം പവറും 230 Nm ടോർക്ക്. അത് 1500-നും 3750 RPM ഇടയിൽ ലഭിക്കുന്നു. 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ 115 bhp അറ്റ് 3750 RPM മാക്സിമം പവറും 300 Nm ടോർക്ക് 1500-നും 2500-നും ഇടയിൽ ലഭിക്കുന്നു. സിപ്പ് സാപ്പ് സൂം എന്ന് പറയുന്ന 3 ഡ്രൈവിംഗ് മോഡുകൾ അവൈലബിൾ ആണ്. 3 സിലിണ്ടർ എഞ്ചിനാണെന്ന് ഒരിക്കലും തോന്നില്ല. കാരണം ഈ വാഹനം അത്രത്തോളം റിഫൈൻഡ് ആണ്. നിങ്ങൾക്കത് ഓടിച്ചാൽ തന്നെ മനസ്സിലാവും. എടുത്തു പറയേണ്ടത് അഡാസ് ഫീച്ചേഴ്സ് ആണ്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലൈൻ കീപ്പ് അസിസ്റ്റ്, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം, ഹൈ ബീം അസിസ്റ്റ്, ട്രാഫിക് സിഗ്നേച്ചർ റെക്കഗ്നൈസേഷൻ. സേഫ്റ്റിയിലേക്ക് വന്നാൽ 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ചൈൽഡ് സീറ്റ് മൗണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. മാത്രമല്ല സൈഡ് മിററിൽ ബ്ലൈൻഡ് വ്യൂ മോണിറ്ററും നൽകിയിരിക്കുന്നു. സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റീമൗണ്ട് സ്റ്റോപ്പർ എന്ന എലമെന്റ് സസ്പെൻഷന് മുകളിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. സെമി ഇൻഡിപെൻഡന്റ് റിയർ സസ്പെൻഷൻ ആണെങ്കിലും മികച്ച രീതിയിൽ ട്യൂൺ ചെയ്ത് സ്റ്റെബിലിറ്റിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഹീന്ദ്ര XUV 3XOയുടെ റിവ്യൂ ഇടാൻ വേണ്ടി വാഹനം തന്നു സഹായിച്ച തിരുവനന്തപുരം ബൈപ്പാസ് റോഡ് മുട്ടത്തറയിലുള്ള ഷോറൂമാണ് CBC മഹീന്ദ്ര ചെറുകിട വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ്. മുമ്പുണ്ടായിരുന്ന XUV 300 എന്ന വാഹനത്തെക്കാളും വളരെ മികച്ചൊരു വാഹനം തന്നെയാണ് മഹീന്ദ്ര XUV 3XO എന്ന് പറയുന്ന ഈ ഒരു വാഹനം. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. ഈ ഒരു വാഹനം ഇഷ്ടമായി കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാൻ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ക്യാമറമാൻ അനിലിനോടൊപ്പം ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.